ടെക്സ് ആൻഡ് ക്വിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ 4ാമത്തെ അധ്യായമായ വിവര വിശകലനം എളുപ്പത്തിൽ എന്ന പാഠഭാഗത്തുള്ള മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മക്കളും വീഡിയോ കൊണ്ട് നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 3ാമത്തെ ചോദ്യം, ലിബ്രിയോഫീസ് കാൽക്കിൻ്റെ ഫയൽ ഫോർമാറ്റ് എന്താണ്? വാട്ട് ഈസ് ദി ഫയൽ ഫോർമാറ്റ് ഓഫ് ലിബ്രിയോഫീസ് കാൽക്ക്? ആൻസർ .ods ഓപ്പൺ ഡോക്യുമെൻ്റ് സ്പ്രെഡ്ഷീറ്റ്. ഒന്നിൽ കൂടുതൽ ഷീറ്റുകളുള്ള സ്പ്രെഡ്ഷീറ്റ് ഫയലിനെ എന്താണ് പറയുന്നത്? What is the spreadsheet file with more than one sheet called? Answer workbook. ഓരോ വർക്ക് ബുക്കിലും 10,000 ഷീറ്റുകൾ വരെ ചേർക്കാം. വരികൾ 10,48,576 നിരകൾ 1024 ഉള്ളത്. ശ്രദ്ധിക്കുക, ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കാണുവാനാണ്. ഇവിടെ ഡെൻസിറ്റി കാണേണ്ട സെല്ല് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈക്വൽ ടു ടൈപ്പ് ചെയ്യുക. പോപ്പുലേഷൻ്റെ സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിലെ ഹരണത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം പ്രസ് ചെയ്തതിന് ശേഷം മൊത്തം, അതായത് ഭൂവിസ്തൃതി സെല്ലിവിടെ F2 സെല്ല് സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തിയാലാണ് നമുക്കിവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ജനസാന്ദ്രത ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുമുള്ള ശരാശരി ജനസംഖ്യയാണ് അവിടുത്തെ ജനസാന്ദ്രത. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ജനസാന്ദ്രത സമം ആകെ ജനസംഖ്യയെ ഭൂവിസ്തൃതി കൊണ്ട് ഹരിക്കണം. ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റുകളുടെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ഓൺലൈൻ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ? ഒന്നിലധികം ഉപയോക്താക്കൾക്ക് വിവിധ ഇടങ്ങളിൽ ഇരുന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നതാണ് ഇവയുടെ പ്രത്യേകത. ഉദാഹരണം ഗൂഗിൾ ഷീറ്റുകൾ, മൈക്രോസോഫ്റ്റ് എക്സൽ. ദർ സ്പെഷ്യാലിറ്റീസ് ദാറ്റ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്യാൻ സിറ്റ് ആൻഡ് വർക്ക് ഇൻ ഡിഫറൻറ്റ് സ്പേസസ്. അടുത്തത് ലുക്കപ്പ് ചാർട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. ജനസാന്ദ്രത 100ൽ താഴെ എന്നുള്ളത് അതിൻ്റെ വിഭാഗം വളരെ കുറഞ്ഞ ജനസാന്ദ്രത എന്നാണ്. 100 മുതൽ 200ൽ താഴെ കുറഞ്ഞ ജനസാന്ദ്രത, അതുപോലെ തന്നെ 200 മുതൽ 400ൽ താഴെ മിതമായ ജനസാന്ദ്രത, 400 മുതൽ 800ൽ താഴെ ഉയർന്ന ജനസാന്ദ്രത, 800 മുതൽ വളരെ ഉയർന്ന ജനസാന്ദ്രത എന്നാണ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, എക്സാം ഡോക്യുമെൻറ്റ്സിനുള്ള ഒരു ഫയൽ തുറന്നിട്ടാണ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ വെരി ഹൈ ഡെൻസിറ്റിക്ക് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പം ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പ്രകാരം ക്ലാസിഫിക്കേഷൻ്റെ താഴെ നമ്മൾ വെരി ഹൈ ഡെൻസിറ്റി കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവിടെ ഒരു ഷീറ്റ് ഓപ്പൺ ചെയ്യണം. അതായത് ഷീറ്റ് 2 ഓപ്പൺ ചെയ്യണം. അതായത് ഇവിടെ കാൽക്കിൻ്റെ താഴെ പ്ലസ് ചിഹ്നം ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഷീറ്റ് 2 ഓപ്പൺ ആകും. എന്നിട്ട് അവിടെ നമ്മൾ എ കോളത്തിൽ 0 എന്ന് ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ബി കോളത്തിൽ വെരി ലോ ഡെൻസിറ്റി. അങ്ങനെ നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞ പ്രകാരം 52ാമത്തെ പേജിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു സെല്ല്, ആ ഒരു ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഡാറ്റ മെനുവിൽ ഡിഫൈൻ റേഞ്ച് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ മെനുവിൽ ഡിഫൈൻ റേഞ്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു പേര് കൊടുക്കാൻ പറയും. ഇവിടെ ഒരു ക്രൈറ്റീരിയ എന്ന പേരാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ക്രൈറ്റീരിയ എന്ന പേര് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. പിന്നെ ചെയ്യേണ്ടത് നമുക്ക് തുടർന്ന് ഫലം ലഭിക്കേണ്ട സെല്ല്, ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യണം. J2 സെൽ തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. J2 സെൽ സെലക്ട് ചെയ്തതിന് ശേഷം ടൂൾ ബാറിലെ
ഫങ്ഷൻ വിസാർഡ് അതായത് FX ക്ലിക്ക് ചെയ്യുക. FX ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ഫങ്ഷൻ വിസാർഡ് ജാലകത്തിലെ ലുക്കപ്പ് തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ സെർച്ച് ക്രൈറ്റീരിയ എന്ന ബോക്സിൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയ സെൽ അഡ്രസ്സ് ഇവിടെ G2 ആണ് നൽകേണ്ടത്. അതായത് ആ സെല്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവിടെ ആ ഒരു അഡ്രസ്സ് ഇതിലേക്ക് വരും. സെർച്ച് വെക്റ്റർ എന്ന ബോക്സിൽ നമ്മൾ നേരത്തെ ലുക്കപ്പ് ചാർട്ടിനൊരു പേര് നൽകിയിട്ടുണ്ട്. അവിടെ പേര് നേരത്തെ കൊടുത്തത് ക്രൈറ്റീരിയ എന്നതാണ്. ആ ക്രൈറ്റീരിയ എന്ന പേര് നൽകുക. റിസൾട്ട് വെക്റ്റർ എന്ന ബോക്സിൽ ഒന്നും നൽകേണ്ടതില്ല എന്നും പറയുന്നുണ്ട്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ സെല്ലിലെ അതായത് F2 സെല്ലിൽ ഫലം ലഭിക്കുന്നതായിട്ട് കാണാം. ഇനി ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് ബാക്കിയുള്ളവയെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. മക്കൾ നന്നായി പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ നന്നായി പഠിക്കുക. ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം. പിന്നെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കൗണ്ട് ഈഫ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു അധ്യായത്തിൽ പ്രധാനപ്പെട്ടതെന്ന് പറയാൻ ലുക്കപ്പ് ചാർട്ടും അതുപോലെ തന്നെ കൗണ്ട് ഈഫ്, ഓട്ടോ ഫിൽറ്റർ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അത് 55-ാമത്തെ പേജിലുണ്ട്. 54, 55 പേജ് കുട്ടികൾ നന്നായി ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കാം. ആ ഓട്ടോ ഫിൽറ്റർ അതായത് ഓട്ടോ ഫിൽറ്റർ സങ്കേതം ഉപയോഗിച്ച് ദത്തങ്ങൾ വേർതിരിക്കുന്നതിനാണ് ഓട്ടോ ഫിൽറ്റർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഐക്കൺ മനസ്സിലാക്കുക. ഒരു ത്രികോണത്തിലെ ചിഹ്നം പോലെ അത് ശരിക്കും മനസ്സിലാക്കുക. ഓട്ടോ ഫിൽറ്റർ. പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് പേജ് നമ്പർ 56-ാമത്തെ പേജിൽ ഫയൽ സംരക്ഷിക്കാം എന്നുള്ളതുണ്ട്. നാം സേവ് ചെയ്ത സ്പ്രെഡ്ഷീറ്റ് ഫയലിനെ അനധികൃതമായ തിരുത്തലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് മനസ്സിലാക്കുക. അതും പ്രധാനപ്പെട്ടതാണ്. ടൂൾസ് മെനുവിൽ നിന്ന് പ്രൊട്ടക്റ്റ് ഷീറ്റ് തിരഞ്ഞെടുക്കുക. പാസ്വേഡ് ആവശ്യപ്പെടുന്ന ബോക്സിൽ ഷീറ്റിന് ഒരു പാസ്വേഡ് നൽകുക. കൺഫേം ബോക്സിൽ ഒരിക്കൽ കൂടി പാസ്വേഡ് നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിലുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ലിബർ ഓഫീസ് കാൽക്കിലെ ഓട്ടോ ഫിൽറ്റർ സങ്കേതത്തിൻ്റെ ഉപയോഗം എന്താണ്? നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ദത്തങ്ങൾ സോർട്ട് ചെയ്യുന്നതിന് ഓട്ടോ ഫിൽറ്റർ ഉപയോഗിക്കുന്നു. ഇത്രയാണ് ഈ വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ കണ്ട് നന്നായി പഠിച്ച് എക്സാമിന് പോവുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു.